ബാഗി ജീൻസ് മുതൽ നല്ല നാടൻ കൈലിമുണ്ട് വരെ വേഷങ്ങൾക്കുമുണ്ട് ഇവിടെ രാഷ്ട്രീയം. IFFKയിൽ ഓരോ വേഷവും ഓരോ സ്റ്റേറ്റ്മെന്റാണ്. സിനിമാ നടന്മാരായിരുന്നാലും മന്ത്രിമാരായിരുന്നാലും പോലീസ് ഉദ്യോഗസ്ഥന്മാരെല്ലാം എല്ലാം നല്ല രീതിക്ക് എല്ലാം കോപ്പറേറ്റ് ചെയ്യുന്നു. ഇതിന് പക്ഷേ ഞങ്ങൾക്ക് 12 hours 14 hours ആണ് ഡ്യൂട്ടി. അങ്ങനെ ഞങ്ങളിവിടെ ഡ്യൂട്ടി കഴിഞ്ഞ് പോകുമ്പോൾ തന്നെ ഞങ്ങൾക്ക് 15 hour ഒക്കെ ആവുന്നുണ്ട്. അപ്പം അത് ഇവിടുത്തെ ഫിലിം ഫെസ്റ്റിവൽ ഒന്നും കാണാനുള്ള ഒരു മാർഗ്ഗമില്ല. ഇപ്പോൾ ഫാഷൻ്റെ ഹിസ്റ്ററി നോക്കുമ്പോൾ തന്നെ there is പൊളിറ്റിക്സ് in it. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ആൾക്കാർ ഇപ്പോൾ ജെൻഡർ രീതിയിലാണെങ്കിലും എല്ലാ രീതിയിലും ആൾക്കാർ അടിച്ചമർത്താൻ വേണ്ടി ഡ്രസ്സുകളിൽ വെക്കുമ്പോൾ അതിൻ്റെ എതിരെയായിട്ട് പ്രൊട്ടസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു ആൾക്കാർ ഡ്രസ്സുകളും ഫാഷന് ഉപയോഗിച്ചിരുന്ന കാലഘട്ടങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഫാഷൻ ഹിസ്റ്ററി ഉള്ളത്. എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡ്രസ്സ് ചെയ്യാൻ എനിക്ക് ഇഷ്ടമാണ്. IFFKയിൽ വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടി കംഫർട്ടബിളാണ് ഇടാൻ. എല്ലാവരും നമ്മളെ പൊളിറ്റിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിലുള്ള ആൾക്കാരല്ലെങ്കിൽ പോലും എനിക്ക് കുറച്ചും കൂടി ലിബറേഷൻ അല്ലെങ്കിൽ എന്തോ ഇവിടെ നിന്ന് കിട്ടുന്ന പോലെ. പോലീസ് വേഷത്തെ കുറിച്ചാണെന്നുണ്ടെങ്കിൽ ഒരു അഭിമാനമാണ്. ഈ എല്ലാവർക്കും കിട്ടാത്തൊരു വേഷമാണ്. അപ്പം അതുമാത്രമല്ല, മറ്റുള്ള സർക്കാർ സർവീസിനേക്കാളും വ്യത്യസ്തമായി ഒരു എക്സിക്യൂട്ടീവ് പവറുള്ള ഒരു അധികാരമുള്ളൊരു വേഷമാണ് ഈ പോലീസ് വേഷം എന്ന് പറയുന്നത്. ഞാൻ ഈ പോലീസിൽ കയറിയിട്ട് 27 വർഷമായി. ഈ IFFKയിൽ ഇത് 3ാമത്തെ വർഷമാണ് ഈ വേദിയിൽ ഡ്യൂട്ടി ചെയ്യുന്നത്. മറ്റുള്ള വേഷങ്ങൾ കാണുന്നതും ഈ അതിൽ വ്യത്യസ്തമായ പല വേഷങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ ഈ വേഷം നമുക്ക് സിനിമ കാണാനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്ക് പോകാൻ പറ്റാത്തൊരു താഴ്വ് തോന്നാറ്. ആ ഒരു വിഷമം മനസ്സിനകത്തുണ്ട്. കാര്യം ഉത്തരവാദിത്വം എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. നമ്മുടെ പല സുഹൃത്തുക്കളും നാട്ടുകാരും പലരും വന്ന് സിനിമ കയറി കാണുമ്പം അതിലൊരു ചെറിയൊരു വിഷമമുണ്ട്. എന്നിരുന്നാലും അതിനേക്കാൾ ഉപരി നമുക്ക് നമ്മളുടെ ഒരു ഉത്തരവാദിത്വം എന്നുള്ള നിലയിൽ അതിലൊരു അഭിമാനം. കംഫർട്ടാണ്. ഈ പറഞ്ഞ പോലെ വെയിലത്തടക്കുമ്പോൾ കാറ്റ്, വായുസഞ്ചാരം, കംഫർട്ടാണ് മെയിൻ. ഈ പറഞ്ഞ പോലെ നമുക്ക് എവിടെ വേണമെങ്കിലും പോയി ഇരിക്കാൻ പറ്റും. ഈ ജീൻസ് ഒക്കെ ഇട്ട് കഴിയുമ്പോൾ നിലത്തേക്ക് ഇരുന്ന് കാണുമ്പോൾ നടപടിയാവില്ല. അതാകുമ്പോൾ എവിടെ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും ഇരുന്ന് കാണാം. ജഡ്ജിങ് വളരെ കുറവാണ്. നമുക്ക് നാച്ചുറലായിട്ട് തന്നെ നിൽക്കാം, നമ്മുടെ ട്രൂ ഐഡൻറ്റിറ്റിയിൽ നിൽക്കാം. ആ ജഡ്ജിങ് പരിപാടി ഇവിടെ ഇല്ല. അതുകൊണ്ട് ആൾക്കാർക്ക് അവർക്ക് ഇഷ്ടമുള്ള ഒരു കൊല്ലത്തിൽ ഒരു ആഴ്ച ഇവിടെ വന്ന് നിന്നിട്ട് അവർക്ക് ഇഷ്ടമുള്ള പോലെ അവരുടെ ലൈഫ് പോവാം. അതാണ് അതിൻ്റെ ഒരു I feel so happy wearing this. It's actually good. ഒരു ആർട്ടിസ്റ്റിക് വൈബ് ഒക്കെ കിട്ടുന്നത്. ഇവിടെ ഓരോ ആൾക്കാരെ കാണുമ്പോഴും ഓരോ രീതിയാണ് ഓരോ ആൾക്കാർക്കും, ഓരോ വൈബിലുള്ള ആൾക്കാരുണ്ട്. സോ ഞാൻ IFFKയിൽ ആക്ച്വലി ഫസ്റ്റ് ടൈമാണ്. കുറേ വർഷമായിട്ട് വരണം എന്ന് പ്ലാൻ ചെയ്യുമായിരുന്നു. പക്ഷേ ഇപ്രാവശ്യമാണ് നടന്നത്. ഞാൻ കരുതി ഇവിടെ എല്ലാവരും ഭയങ്കര വെൽ ഡ്രസ്ഡൊക്കെ ആയിട്ടാവും വരുന്നത്. ഭയങ്കര കെയർ ഫ്രീ ആയിട്ടാണ്. ബിക്കോസ് സിനിമേനെയാണ് എല്ലാവരും ലവ് ചെയ്യുന്നത്, അല്ലാതെ വേറെ ഒന്നും കാണാനല്ല ഇവിടെ ആരും വരുന്നത്. സിനിമ എന്നുള്ള ഞാനിവിടെ വന്ന് ഇവിടുത്തെ തിരക്കൊക്കെ കണ്ടിട്ട് ഭയങ്കര സർപ്രൈസിങ് ആണ്. സോ ഫാഷൻ ഇൻ IFFK ഈസ് വെരി കെയർ ഫ്രീ. അതാണ് അത് ഒരു വാക്കിൽ പറയാനാണെങ്കിൽ കെയർ ഫ്രീ ആണ്. എല്ലാവരും അവരവർക്ക് ഇഷ്ടമുള്ളത്, ആരും ആരെയും ജഡ്ജൊന്നും ചെയ്യില്ല. ഓ ഇവിടെ എന്താ ഇങ്ങനെ ഡ്രസ്സ് ഇട്ടിരിക്കുകയാണ്, അങ്ങനെ അതൊന്നും അല്ല. അവരുടെ കോൺസെൻട്രേഷൻ അതൊന്നും അല്ല. സിനിമ ഇസ് എവറിതിങ്. സാരി എന്നെ സംബന്ധിച്ചിടത്തോളം അവരവരുടെ വ്യക്തിപരമായ ആശയത്തിനനുസരിച്ച് അവർക്ക് ഡ്രസ്സ് ചെയ്യാം. അപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് കോൺഫിഡൻ്റ് ആയിട്ടുള്ളൊരു വേഷം എന്ന് പറയുന്നത് സാരി തന്നെയാണ്. എനിക്ക് ഏറ്റവും സ്യൂട്ട് ചെയ്യുന്നത് ഞാൻ കരുതുന്ന വിഷയം സാരി തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് സാരി പ്രിഫർ ചെയ്യുന്നത്. പിന്നെ ഒരിക്കലും അതൊരു മോഡേൺ ഡ്രസ്സിൽ ചെയ്യുന്നത് കൊണ്ട് അത് തെറ്റാണെന്ന് ഒരിക്കലും ഞാൻ ആ ഒരു ഭാഗത്തോട് ഞാൻ യോജിക്കുന്നില്ല. അവരവരുടെ കോൺഫിഡൻസിനും അവരവരുടെ ഇഷ്ടത്തിനും അനുസരിക്കും ധരിക്കാൻ തന്നെയാണ് ഓരോ ഡ്രസ്സിൻ്റെയും. ഞാൻ പ്രിഫർ ചെയ്യുന്നത് സാരി. ജെൻഡർ പൊളിറ്റിക്സ് മുതൽ രാഷ്ട്രീയ നിലപാട് വരെ, തൊഴിൽ മുതൽ പദവി വരെ വസ്ത്രങ്ങൾ അങ്ങനെ ഉറക്കെ സംസാരിക്കട്ടെ.